ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ ISLM കർവിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ISLM കർവിനെ പറ്റി ഓൾറെഡി വീഡിയോ ഉണ്ട്. അത് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾ കാണാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. ആദ്യം നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ദ ISLM മോഡൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്. അതിൽ IS ഇൻവെസ്റ്റ്മെൻറ്റ് സേവിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് മണി സപ്ലൈ. അതായത് L ലിക്വിഡിറ്റി പ്രിഫറൻസും M മണി സപ്ലൈ ആണ് സൂചിപ്പിക്കുന്നത്. ഈസ് എ മാക്രോ എക്കണോമിക് ടൂൾ യൂസ്ഡ് ടു അനലൈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. അതായത് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് അനലൈസ് ചെയ്യുന്ന ഒരു ടൂളായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. മോണിറ്ററി പോളിസിയുടെ മാത്രമല്ല ഫിസ്ക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ് ഇത് യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പം ഇറ്റ് ഇല്ലുസ്ട്രേറ്റ്സ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗുഡ്സ് മാർക്കറ്റിലാണ് IS കർവ് വരുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ദ മണി മാർക്കറ്റിലാണ് നേരത്തെ പറഞ്ഞ LM കർവ് വരുന്നത്. ആൻഡ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ഇക്വിലിബ്രിയം ലെവൽ. ഇത് രണ്ടും കൂടെ ഈ രണ്ട് കർവ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ്സിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇക്വിലിബ്രിയം ലെവൽ തീരുമാനിക്കുന്നു. നമുക്ക് എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മോണിറ്ററി പോളിസി എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ ഓർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് മോണിറ്ററി പോളിസിയിലൂടെ സെൻട്രൽ ബാങ്ക് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, മണി സപ്ലൈ ഓർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു ഇൻഫ്ലുവൻസ് എക്കണോമിക് ആക്ടിവിറ്റി. ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് എക്കണോമിക് ആക്ടിവിറ്റി ത്വരിതപ്പെടുത്തുന്നത്. ഓക്കെ, ഇൻ ദ ISLM ഫ്രെയിംവർക്ക് മോണിറ്ററി പോളിസി അഫക്ട്സ് ദ LM കർവ്. ഈ ISLM മോഡലിൽ LM കർവിനെയാണ് മോണിറ്ററി പോളിസി ബാധിക്കുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദ മണി സപ്ലൈ കൂട്ടുമ്പോഴത്തേക്ക് ദ LM കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കണം. അത് മണി സപ്ലൈ കൂട്ടുമ്പോഴത്തേക്ക് LM കർവ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഷിഫ്റ്റ് ലോവേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. വിച്ച് സ്റ്റിമുലേറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻക്രീസസ് ഔട്ട്പുട്ട്. അപ്പോഴത്തേക്ക് പലിശ നിരക്ക് അവിടെ കുറയുമ്പോഴത്തേക്ക് അത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയും ഔട്ട്പുട്ട് കൂട്ടുകയും ചെയ്യുന്നു. കൂടുതൽ ആൾക്കാർ നിക്ഷേപം നടത്തി കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി എക്കണോമിക്ക് ഒരു ഔട്ട്പുട്ടിൻ്റെ ഇൻക്രിമെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഇനി സെൻട്രൽ ബാങ്ക് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ LM കർവ് എന്താണ് സംഭവിക്കുന്നത്? വെൻ ദ സെൻട്രൽ ബാങ്ക് ഡിക്രീസസ് ദ മണി സപ്ലൈ. അത് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ മണി സപ്ലൈ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദ LM കർവ് ഷിഫ്റ്റ്സ് ടു ദ ലെഫ്റ്റ്. ഇതിൻ്റെ ഫലമായി LM കർവ് ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാം ഞാൻ ചിത്രത്തിൽ കാണിക്കാം കേട്ടോ. ദിസ് ഷിഫ്റ്റ് റൈസസ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. വിച്ച് റെഡ്യൂസസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റെഡ്യൂസ് ഔട്ട്പുട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും തൽഫലമായി ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. അതിൽ ഒന്നാമത്തെ ഘടകമാണ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കുറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക. അപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് ഉണ്ടാക്കുന്നതാണ് സെൻസിറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മോണിറ്ററി പോളിസി വിൽ ബി മോർ എഫക്റ്റീവ്. മനസ്സിലായില്ലേ? മോണിറ്ററി പോളിസി നല്ല എഫക്റ്റീവാണ്, നല്ല സെൻസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആൾക്കാർ കുറയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എ സ്മോൾ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്. ചെറിയ ചേഞ്ച് തന്നെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു ഔട്ട്പുട്ടിൻ്റെ ഇൻക്രിമെൻറ്റിനും കാരണമാകുന്നു. അടുത്ത ഘടകമാണ് സ്ലോപ്പ് ഓഫ് ദ IS കർവിൻ്റെ സ്ലോപ്പ്. അപ്പോൾ ഫ്ലാറ്റർ IS കർവ് എന്ന് പറഞ്ഞാൽ മോർ ഇലാസ്റ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീൻസ് ദാറ്റ് ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ലീഡ് ടു ലാർജർ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റർ ആയിട്ടുള്ള, അതായത് ഇലാസ്റ്റിക് ആയിട്ടുള്ള IS കർവ് ആണെന്നുണ്ടെങ്കിൽ ഈ മോണിറ്ററി പോളിസി അവിടെ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ലീഡ് ടു ലാർജർ ചേഞ്ച് ഇൻ ഔട്ട്പുട്ടാണ്, മേക്കിംഗ് മോണിറ്ററി പോളിസി മോർ എഫക്റ്റീവ് ആണ്. ഓക്കെ, നേരെ ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ളതാണെങ്കിലോ, അതായത് സ്റ്റീപ്പായിട്ട് കുത്തനെ നിൽക്കുന്ന IS കർവ് ആണെന്നുണ്ടെങ്കിലോ അപ്പോൾ അവിടെ ലെസ് ഇലാസ്റ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. മീൻസ് ദാറ്റ് ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹാവ് സ്മാളർ എഫക്ട്സ് ഓൺ ഔട്ട്പുട്ടിൽ വളരെ ചെറിയൊരു ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്, മേക്കിംഗ് മോണിറ്ററി പോളിസി ലെസ് എഫക്റ്റീവ്. ഇവിടെ മോണിറ്ററി പോളിസി ലെസ് എഫക്റ്റീവ് ആണ്. ഇനി നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഞാനീ പറഞ്ഞ ഓർഡർ നോക്കണം കേട്ടോ. അതായത് ആദ്യം മുകളിൽ ലെഫ്റ്റ് സൈഡിലെ പാനലിൽ നോക്കുക. ഓക്കെ, അതിൽ IS കർവ് ഫ്ലാറ്റായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഈ ഒരു അവസ്ഥയിൽ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് LM കർവ് LM1ലേക്ക് ഷിഫ്റ്റ് ആയിട്ട് കാണാം. LM to LM1 ആ ഒരു ഷിഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് Y1 നിന്ന് Y2ലേക്ക് കൂടി. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ
ഇത്രയും കൂടി നിൽക്കുമ്പോഴത്തേക്ക് മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി മുകളിൽ റൈറ്റ് സൈഡിലെ പാനൽ നോക്കുമ്പോഴത്തേക്ക് IS കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് മോണിറ്ററി പോളിസി ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ്. അവിടെ മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിസ്റ്റൻസ് നോക്കുക, Y1 നിന്ന് Y2 കൂടിയത് ഞാൻ ആദ്യം പറഞ്ഞ പാനലിനെക്കാട്ടിയും നല്ലൊരു ഡിസ്റ്റൻസിൽ ഇവിടെ കൂടിയിട്ടുണ്ട്, ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈലി എഫക്റ്റീവാണ് മോണിറ്ററി പോളിസി. അടുത്തത് താഴെ ലെഫ്റ്റ് സൈഡിലെ പാനൽ നോക്കുമ്പോഴത്തേക്ക് IS കർവ് സ്റ്റീപ്പായിട്ട് നിൽക്കുന്നത്, അതായത് പെർഫെക്റ്റ്ലി ഇൻലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതല്ലാതെ ഔട്ട്പുട്ട് ഒട്ടും കൂടുന്നില്ല. അത് ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അടുത്ത താഴെ റൈറ്റ് സൈഡിലെ പാനൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും IS കർവ് എങ്ങനെയാണ് നിൽക്കുന്നത്? പെർഫെക്റ്റ്ലി ഇൻലാസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്, പാരലൽ ടു Y ആക്സ് ആണ്. ഇങ്ങനൊരു സിറ്റുവേഷനിലും LM കർവ് നോക്കുക, ഒരു വേരിയേഷൻ ഉണ്ടായിരിക്കുകയാണ്. അതായത് മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്ത് LM കർവിന് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്നല്ലാതെ ഔട്ട്പുട്ട് ഒട്ടും കൂടിയിട്ടില്ല. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന രണ്ട് പാനലിലെയും ഡയഗ്രാം സൂചിപ്പിക്കുന്നത് മോണിറ്ററി പോളിസി കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് ആണെന്നാണ്. ഇനി എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സ്ലോപ്പ് ഓഫ് ദ LM കർവ്. അതായത് സ്റ്റീപ്പർ LM കർവ് ആണെങ്കിൽ, കുത്തനെ നിൽക്കുന്ന LM കർവ് ആണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ലെസ് ഇലാസ്റ്റിക് മണി ഡിമാൻഡാണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ ലീഡ് ടു ലാർജർ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് മണി സപ്ലൈയിലുള്ള ചെറിയൊരു ചേഞ്ച് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്നു. അപ്പം എൻഹാൻസിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. അപ്പം ഇവിടെ മോണിറ്ററി പോളിസി ഇങ്ങനെ നല്ല എഫക്റ്റീവ് ആയിരിക്കും എപ്പോഴും LM കർവ് സ്റ്റീപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ. ഇനി നേരെ തിരിച്ച് ഫ്ലാറ്റായിട്ടുള്ള LM കർവ് ആണെന്നുണ്ടെങ്കിലോ അതിനർത്ഥം മോർ ഇലാസ്റ്റിക് മണി ഡിമാൻഡാണ്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ ഹാവ് സ്മാളർ എഫക്ട്സ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. മണി സപ്ലൈ ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ വളരെ കുറഞ്ഞൊരു ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അപ്പം റെഡ്യൂസിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി. അപ്പോഴത്തേക്ക് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഡയഗ്രത്തിലൂടെ നോക്കാം. ഈ ഓർഡർ നോക്കുക. ആദ്യം മുകളിൽ ലെഫ്റ്റ് സൈഡിലെ പാനൽ നോക്കുക. ഇവിടെ നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള LM കർവ്, ഫ്ലാറ്ററായിട്ടുള്ള LM കർവ് കാണാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സിറ്റുവേഷനിൽ മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് LM 0 നിന്ന് LM 1 അത് LM കർവ് ഷിഫ്റ്റ് ചെയ്തായിട്ട് കാണാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുകയും ഔട്ട്പുട്ട് കൂടുകയും ചെയ്യുന്നുണ്ട് ഒരു ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് ലെസ് എഫക്റ്റീവാണ്. ഇനി സ്റ്റീപ്പ് ആകുമ്പോഴല്ലേ മോർ എഫക്റ്റീവായിട്ട് വരുന്നത് LM കർവ്. അത് മുകളിൽ റൈറ്റ് സൈഡിലെ പാനൽ നോക്കുക. കുത്തനെ നിൽക്കുന്ന LM കർവാണ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് LM 0 നിന്ന് LM 1 കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പാനലിനെക്കാട്ടിലും കുറേ കൂടെ കുറഞ്ഞിട്ടുണ്ട്, ഔട്ട്പുട്ടും കുറേ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ മോർ എഫക്റ്റീവാണ്. ഇനി ഇങ്ങനെ നിൽക്കുന്ന കൂടുതൽ സ്റ്റീപ്പായിട്ടുള്ള, അതായത് പെർഫെക്റ്റ്ലി ഇൻലാസ്റ്റിക് ആയിട്ടുള്ള LM കർവ് ആണെന്നുണ്ടെങ്കിൽ, Y ആക്സിന് പാരലായിട്ടാണ് വരുന്നുണ്ടെങ്കിലാണ് താഴത്തെ പാനലിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സിറ്റുവേഷനിൽ ഇങ്ങനെ ഔട്ട്പുട്ട് ഒരുപാട് കൂടുകയും, അതായത് മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മേൽ പറഞ്ഞ രണ്ട് പാനലിനെക്കാട്ടിലും ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് കുറയുന്നതായിട്ടും ഔട്ട്പുട്ട് കൂടുന്നതായിട്ടും നമുക്ക് കാണാം. അവിടെ ഹൈലി എഫക്റ്റീവാണ് മോണിറ്ററി പോളിസി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഇനി നമുക്ക് കെയ്നീഷ്യൻ റേഞ്ചിലും ഇൻ്റർമീഡിയറ്റ് റേഞ്ചിലും ക്ലാസിക്കൽ റേഞ്ചിലും മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ കെയ്നീഷ്യൻ റേഞ്ച് എന്ന് വെച്ചാൽ ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റാണ് കെയ്നീഷ്യൻ റേഞ്ച് എന്ന് പറയുന്നത്. അവിടെ മോണിറ്ററി പോളിസി വളരെ ലെസ് എഫക്റ്റീവായിട്ടാണ് കാണുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് ഒട്ടും കുറയുന്നില്ല. എന്നാൽ ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ ആ കേർവ്ഡ് ആയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിൽ എത്തുമ്പോഴത്തേക്ക് മോണിറ്ററി പോളിസി കമ്പയർ ടു കെയ്നീഷ്യൻ റേഞ്ച് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാണാം. നമുക്ക് ഔട്ട്പുട്ട് കുറച്ച് കൂടുതലായിട്ട് കാണാം. എല്ലാം കേർവ് ഷിഫ്റ്റിൻ്റെ ഒരു ഷിഫ്റ്റ് അവിടെ വരുന്നുണ്ട്. Y1 നിന്ന് Y2 ഔട്ട്പുട്ട് കൂടിയതായിട്ട് കാണാം. എന്നാൽ കെയ്നീഷ്യൻ റേഞ്ചിൽ ഔട്ട്പുട്ട് കൂടുന്നില്ല, Y0 തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതായത് കാര്യം എന്താണ്, എല്ലാം കർവിൻ്റെ ഷിഫ്റ്റ് വരുന്നത് ആ ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ വരുമ്പോഴാണ് ആ ഒരു ഷിഫ്റ്റ് വരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ എല്ലാം കർവ് സ്പ്ലിറ്റായിട്ട് നിൽക്കുന്നത് എന്താണ്, ക്ലാസിക്കൽ റേഞ്ചിലാണ്. ക്ലാസിക്കൽ റേഞ്ചിൽ നോക്കുക, ഔട്ട്പുട്ട് Y3 നിന്ന് Y4 കൂടുതലായിട്ട് കാണാം. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് R4 നിന്ന് R3 കുറഞ്ഞതായിട്ടും കാണാം. അപ്പം ഏറ്റവും കൂടുതൽ മോണിറ്ററി പോളിസി എഫക്റ്റീവായിട്ട് നിൽക്കുന്നത് ക്ലാസിക്കൽ റേഞ്ചിലാണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഷോർട്ട് ഫോം നോക്കാം. അതായത് കെയ്നീഷ്യൻ റേഞ്ചിൽ, അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സെഗ്മെൻറ്റിൽ ലെസ് എഫക്റ്റീവാണ് മോണിറ്ററി പോളിസി. ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ, അതായത് കേർവ്ഡ് സെഗ്മെൻറ്റിൽ കമ്പയർഡ് ടു കെയ്നീഷ്യൻ റേഞ്ച് ഇറ്റ് ഈസ് മോർ എഫക്റ്റീവാണ്. എന്നാൽ ക്ലാസിക്കൽ റേഞ്ചിൽ, അതായത് പെർഫെക്റ്റ്ലി ഇൻലാസ്റ്റിക് ആയിട്ടുള്ള കുത്തിനെ നിൽക്കുന്ന ആ ഒരു റേഞ്ചിൽ മോണിറ്ററി പോളിസി മോസ്റ്റ് എഫക്റ്റീവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.
താങ്ക്